ബിഗ് ഓഫർ ഉടൻ തന്നെ ആവട്ടെ നിങ്ങളുടെ പർച്ചേസ്. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആൻഡ് മാംഗ്ലൂർ. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് കളത്തിലിറങ്ങി കളിക്കാൻ വരുമ്പോൾ ശശി തരൂരിന് കുമ്മനം വെല്ലുവിളിയാകുമോ? അല്ലെങ്കിൽ കുമ്മനത്തെ തിരിച്ചടിക്കാനുള്ള ശക്തി ശശി തരൂരിന് തിരുവനന്തപുരത്ത് ഇന്നുണ്ടോ? വ്യക്തമായ ചോദ്യവും വ്യക്തമായ ഉത്തരവും നമുക്ക് ആവശ്യമാണ്. മറിച്ച് ഇരുവരെയും ഇല്ലാതാക്കാൻ CPIക്ക് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉന്നയിക്കേണ്ടതുണ്ട്. പക്ഷേ കരുത്തനാണ് തരൂർ. തകർക്കാൻ പറ്റാത്ത അത്രത്തോളം വലിയ ജനകീയത തിരുവനന്തപുരത്ത് ഇന്ന് ശശി തരൂരിനുണ്ട്. O രാജഗോപാലിന് മുന്നിൽ മുട്ടുമടക്കാതെ നെഞ്ചും വിരിച്ചു നിന്ന ശശി തരൂരിനെ ഇനി ഇല്ലാതാക്കാൻ BJPക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ രേഖപ്പെടുത്തുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, 2009 1 ലക്ഷത്തോളം ഭൂരിപക്ഷവുമായി മുന്നോട്ട് പോയ ശശി തരൂർ 2014 15,000 ഭൂരിപക്ഷത്തിലേക്ക് ഒതുങ്ങിപ്പോയതിന് പിന്നിലെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 2009 അവസ്ഥയായിരുന്നില്ല 2014 BJPക്ക് ഉണ്ടായിരുന്നത്. 2009 BSPക്കും പിറകിലുണ്ടായിരുന്ന BJP 2014 രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അതായത് മോദി തരംഗം രാജ്യത്ത് ആഞ്ഞടിച്ചപ്പോൾ ആ കാറ്റ് കേരളത്തിലെ തിരുവനന്തപുരത്തും നല്ല രീതിയിൽ ബാധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ O രാജഗോപാലൻ വലിയ മുന്നേറ്റം തിരുവനന്തപുരത്ത് കാഴ്ചവെക്കുകയുണ്ടായി. 1 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിൽ 2009 വിജയിച്ച ശശി തരൂരിനെ മലർത്തിയടിക്കാൻ O രാജഗോപാലിന് സാധിക്കുമോ എന്നുള്ള ചോദ്യം വരെ അവിടെ ഉയർന്നു വന്നപ്പോൾ അടുത്തെത്താൻ O രാജഗോപാലൻ എന്ന BJPയുടെ കരുത്തനായ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് 15,400ഓളം വോട്ടുകളിലേക്ക്, വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ശശി തരൂർ ചുരുങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ ആ തരംഗം, ആ സമയം എന്നുള്ളതല്ലാതെ മറ്റൊന്നും തിരുവനന്തപുരത്ത് ഇന്ന് ബാധിക്കുകയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ. ശബരിമല വിഷയത്തിൽ ചിലപ്പോൾ BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതും ഞങ്ങൾക്കിടയിൽ വന്ന ഒരു വാർത്തയാണ്. എന്നാൽ അതുപോലും ഇപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുകയാണ്. കാരണം ശബരിമല വിഷയത്തിൽ BJPയുടേതുപോലെ തന്നെ നിലപാടെടുത്തതും കോൺഗ്രസ് ആണ്. വിശ്വാസികൾക്കൊപ്പം കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അവിടെ യാതൊരു വോട്ടും കുറയാനുള്ള സാധ്യതയും കാണുന്നില്ല. നേരെ മറിച്ച് CPIയുടെ സ്ഥാനാർത്ഥിക്കാണെങ്കിൽ വോട്ട് ബാങ്കിൽ ചെറിയ ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ആ വോട്ടുകൾ BJPക്കൊപ്പം നിലനിൽക്കുമെങ്കിലും എന്നാൽ പോലും കോൺഗ്രസിന്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. 2009 ശശി തരൂരിന്റെ ജനകീയത തന്നെയായിരിക്കും 2019 ശശി തരൂരിന് ലഭിക്കുക. അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ സുരക്ഷിതമായി ശശി തരൂരിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് BJPക്ക് കോൺഗ്രസിനെ നേരിടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് കണക്കുകൂട്ടലുകൾ. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇരു സ്ഥാനാർത്ഥികളെയും അട്ടിമറിച്ചുകൊണ്ട് CPIയുടെ സ്ഥാനാർത്ഥി ദിവാകരൻ കടന്നു വരേണ്ടതുണ്ട്. പക്ഷേ അതൊന്നുമല്ല വിഷയം. ശശി തരൂർ എന്ന സ്ഥാനാർത്ഥി അവിടെ ജനകീയതയാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. തിരുവനന്തപുരത്തെ തൊട്ടറിഞ്ഞ ശശി തരൂർ ദേശീയ രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനമുള്ള ഒരാൾ തന്നെയാണ്. ദേശീയ മാധ്യമങ്ങൾ പോലും പല രീതിയിൽ തിരുവനന്തപുരത്തെ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ പോലും തരൂരിന് ഒരു എതിരാളിയായി കുമ്മനത്തിന് മുന്നേറാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യവും ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. ഒരു കാര്യം വ്യക്തമാക്കുന്നത്, തരൂർ എന്ന തരംഗത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ BJPക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും കോൺഗ്രസ് തിരുവനന്തപുരത്ത് സുരക്ഷിത പാളയത്തിൽ തന്നെയാണുള്ളത്. ശബരിമല വിഷയം ആദ്യഘട്ടത്തിൽ BJPക്കൊപ്പം നിന്നിരുന്നുവെങ്കിൽ പോലും പിന്നീട് ആ വിഷയത്തിലെ ചില ക്രമക്കേടുകളും ചില ഇടപെടലുകളും ഒക്കെ BJPക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം BJPയുടെ നേതാക്കന്മാർ തന്നെ സൃഷ്ടിച്ചപ്പോൾ ശബരിമല വിഷയത്തിലെ ചില കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും മുന്നിൽ വന്നപ്പോൾ കോൺഗ്രസ് അപ്പോഴും സുരക്ഷിത പാളയത്തിൽ തന്നെയാണ്. കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാട് ആദ്യഘട്ടത്തിൽ തന്നെ എടുത്തിരുന്നുവെങ്കിലും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയോ മുന്നോട്ട് വരികയോ ചെയ്തിട്ടില്ല. മറിച്ച് കൃത്യമായ ഇടപെടലുകൾ ഒരു സുരക്ഷിത പാളയത്തിൽ നിന്നുകൊണ്ട് തന്നെ വിശ്വാസികൾക്കൊപ്പം കോൺഗ്രസ് എടുത്തിരുന്നു. ആ വിഷയം തിരുവനന്തപുരത്ത് എന്തുകൊണ്ടും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ തിരുവനന്തപുരത്ത് സുരക്ഷിതമാണ്. കോൺഗ്രസ് ഇപ്പോഴും
അവിടെ സുരക്ഷിതമായ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് തരൂർ തരംഗം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.